പതിറ്റാണ്ടുകൾ കെട്ടിപ്പടുത്താണ് ഇന്ത്യയും ഗൾഫ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം. അതിന് പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലെ വിസ്മയങ്ങളിൽ പലതിലും നമ്മുടെ പ്രവാസികളുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രവാസികളെ കൈവിട്ടതുമില്ല. ഇപ്പോഴിതാ ഗൾഫ് മേഖല ഇന്ത്യയിലേക്ക് തിരിയുകയാണ് ലോകരാഷ്ട്രങ്ങൾ കണ്ണുവെച്ച സുഗന്ധവ്യഞ്ജനത്തിനായി. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎയിലേക്കും മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള സുഗന്ധവ്യഞ്ജന കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ഇത് ലക്ഷ്യമിട്ട് സ്പൈസസ് ബോർഡും അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ആഗോള ബയർ സെല്ലർ സംഗമം നടത്തിയതായി റിപ്പോർട്ട്. ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ ബയ്യപ്പുവാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിൽ നിന്നുള്ള 250-ലേറെ കയറ്റുമതി സ്ഥാപനങ്ങളും ഗൾഫ് മേഖലയിൽ നിന്നുള്ള 40-ഓളം ഇറക്കുമതി സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. ലോകത്തിൽ വെച്ച് തന്നെ ഇന്ത്യയിൽ നിന്നാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു വലിയ ഇറക്കുമതി നടക്കുന്നത്. ഇതുകൂടാതെ യൂറോപ്യൻ, ആഫ്രിക്കൻ വിപണികളിലേക്കുള്ള വാതായനം കൂടിയാണെന്ന് സന്ദീപ് കുമാർ പറയുകയുണ്ടായി. ഇന്ത്യയും യുഎയും തമ്മിലുള്ള വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ പുരാതന കാലം മുതൽ ഉള്ളതാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിലെ പ്ലാന്റേഷൻ ജോയിന്റ് സെക്രട്ടറി ദിവാകർ നാഥ് മിശ്ര പറഞ്ഞു. കോവിഡിന് ശേഷം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന നിലയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കുന്നതിലേക്കും അദ്ദേഹം വിരൽ ചൂണ്ടി. കോവിഡ് സമയത്ത് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് സ്പൈസസ് ബോർഡ് തുടർച്ചയായി ബയർ സെല്ലർ സംഗമങ്ങൾ സംഘടിപ്പിച്ചു വരികയാണെന്ന് സ്പൈസസ് ബോർഡ് സെക്രട്ടറി ഡി സത്യൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഇറക്കുമതിയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ 4-ാം സ്ഥാനമാണ് യുഎയ്ക്കുള്ളത്. ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 2020-21 വർഷം $220 ദശലക്ഷം വിലമതിക്കുന്ന 1,14,400 ടൺ സ്പൈസസ് ആണ് ഇന്ത്യ യുഎയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇന്ത്യയുടെ മൊത്തം സ്പൈസസ് കയറ്റുമതിയുടെ മൂല്യത്തിന്റെ 5%, അളവിന്റെ 6% വരുന്നതാണ്. 2020-21 വർഷം ഇന്ത്യയുടെ ആകെ സ്പൈസസ് കയറ്റുമതി $4,178.81 ദശലക്ഷം ഉയർന്നിരുന്നു. 17,58,985 ടൺ സ്പൈസസ് ആണ് ഇക്കാലയളവിൽ കയറ്റുമതി ചെയ്യപ്പെട്ടത്. മൂല്യത്തിൽ $4 ബില്യൺ എന്ന നാഴികക്കല്ലും ആദ്യമായി ഇന്ത്യൻ സ്പൈസസ് കയറ്റുമതി പിന്നിടുകയായിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 37%, രൂപയിൽ 16%, ഡോളറിൽ 11% വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ മുളക്, ജീരകം, ജാതി, ഏലം, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾക്കാണ് യുഎയിൽ നിന്ന് ഏറ്റവും ഡിമാൻഡ് ഉള്ളത്. സുസ്ഥാപിതമായ കയറ്റുമതി ബന്ധവും വളർച്ചാ സാധ്യതകളും റീ എക്സ്പോർട്ട് ഹബ് എന്ന നിലയും പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യുഎഇ ഏറെ പ്രധാനപ്പെട്ട വിപണിയാണെന്നും സംഗമം വിലയിരുത്തുകയും ചെയ്തു. വരും കാലയളവിൽ ഇത് കൂടാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഗൾഫ് മേഖലയും ഇന്ത്യയും കൈകോർക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ പ്രവാസികൾ ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.